ഹലോ നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലാബ് എക്സാമിന് പൈത്തൺ പ്രോഗ്രാം വെച്ചുകൊണ്ട് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ചോദ്യം കാണും. അപ്പം എന്താണ് ഫാക്ടോറിയൽ, അതെങ്ങനെയാണ് പൈത്തണിൽ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിവിടെ ഫാക്ടോറിയൽ .py എന്നും പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പൈത്തൺ ഫയൽ. ഈ ഫയലിലായിരിക്കും നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഫസ്റ്റ് കാര്യം നമുക്ക് ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്താണെന്ന് നോക്കാം. ഇപ്പം 5 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5, അതായത് 1 × 2 × 3 × 4 × 5, ഇതാണ് 5 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടോറിയൽ. അപ്പോൾ 2, 6, 24, 24 × 5 എന്ന് പറയുമ്പോൾ എത്ര? 120. 5ൻ്റെ ഫാക്ടോറിയൽ 120. അത് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫാക്ടോറിയൽ എന്തുവാന്നുള്ളത് അറിയണം. ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ എന്ന് പറയുമ്പം 1 തൊട്ട് ആ സംഖ്യ എത്തുന്ന വരെ ഓരോരോ സംഖ്യയും നമ്മൾ ഗുണിച്ച് കിട്ടുന്ന തുകയാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. 5 ആണെങ്കിൽ 1 × 2 × 3 × 4 × 5. അപ്പം 1 × 2 എത്ര? 2. 2 × 3 6. 6 × 4 24. 24 × 5 120. അപ്പോൾ അതാണ് 5ൻ്റെ ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ ചെയ്തെടുക്കേണ്ടത്. ഇനി 0ൻ്റെയും 1ൻ്റെയും ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ആണ്. അതായത് 0ൻ്റെ 1ൻ്റെ ഫാക്ടോറിയൽ 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ വെച്ചിട്ട് പ്രോഗ്രാം ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് കാര്യം, നമുക്ക് ഫാക്ടോറിയൽ എന്നും പറഞ്ഞാൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് വാല്യൂ 1 എന്ന് കൊടുക്കാം. ഇതിലേക്കായിരിക്കും നമ്മൾ ഈ തുക കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനാണ് ഈ വേരിയബിൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന വേരിയബിൾ, അതായത് ഫൈനൽ ഔട്ട്പുട്ട്. അതിൻ്റെ ആദ്യത്തെ വാല്യൂ 1 എന്നും പറഞ്ഞ് കൊടുത്തു. അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസർ എൻ്റർ ചെയ്യുന്ന സംഖ്യ വാങ്ങണം. അതായത് ഏത് സംഖ്യയുടെ ഫാക്ടോറിയലാണോ കണ്ടുപിടിക്കേണ്ടത് ആ സംഖ്യ, അത് നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇങ്ങനെ കൊടുക്കാം, ഇൻറ്റ് ഓഫ് ഇൻപുട്ട്. ആ ഇൻപുട്ടിൻ്റെ അകത്ത് എൻ്റർ എ നമ്പർ. അതായത് ഈ ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തുവാണെന്നറിയാവാ? നമ്മൾ C++ലൊക്കെ സീന് പഠിച്ചിട്ടില്ലേ? അതായത് യൂസറിൻ്റെ കയ്യിൽ നിന്നും ഒരു എന്തെങ്കിലും ഇൻപുട്ട് സ്വീകരിക്കാനാണ് ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി അത് ഇൻറ്റ് ഓഫ് എന്നും പറഞ്ഞ് വിളിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുമ്പം അത് സ്ട്രിങ് ഡേറ്റ ടൈപ്പായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ കിട്ടുന്ന സ്ട്രിങ് ഡേറ്റ ടൈപ്പിനെ ഇൻറ്റിജറാക്കി മാറ്റാനാണ് നമ്മൾ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് എന്നും പറഞ്ഞ് വിളിക്കുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് വാങ്ങേണ്ടത്. ആ വാങ്ങുന്ന ഇൻപുട്ട് സ്ട്രിങ് ഡേറ്റ ടൈപ്പിലായിരിക്കും. അതിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഇൻറ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ കണ്ടുപിടിക്കേണ്ട സംഖ്യ, ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ട സംഖ്യ എന്ന് പറയുന്നൊരു നമ്പറാണല്ലോ. ഓക്കെ, അപ്പം ഈ കിട്ടിയ സംഖ്യ ഞാൻ പറഞ്ഞതുപോലെ ഇത് 0യോ 1 ആണെങ്കിൽ, അതായത് കിട്ടിയ സംഖ്യ 0 ഓർ 0 ഓർ നമ്പർ ഈക്വൽ ടു 1, അതായത് യൂസർ എൻ്റർ ചെയ്ത സംഖ്യ 0 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടോറിയൽ ഓഫ് നമ്പർ ഈസ് 1. അതായത് നമ്മൾ കൊടുത്ത സംഖ്യ 0 1 ആണെങ്കിൽ അതിൻ്റെ ഫാക്ടോറിയൽ 1 ആണെന്നുള്ളത് ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കണം. ഈ പ്രിൻ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കൺസോളിലേക്ക് പ്രിൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ കോഡ്സിൻ്റെ അകത്ത് കൊടുക്കുന്നത് അതേപടി വരും. ഇത് എന്താണോ വേരിയബിൾ അതിൻ്റെ വാല്യൂ വരും. ഇനി നമ്മൾ കൊടുക്കുന്ന സംഖ്യ, യൂസർ കൊടുക്കുന്ന സംഖ്യ 0 1 അല്ലെങ്കിൽ അവിടെ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസാണ് ഇവിടെ ചെയ്യുന്നത്. കൊടുക്കുന്ന സംഖ്യ 0യോ 1 ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ആകും. 0യോ 1 അല്ലെങ്കിൽ എൽസിലേക്ക് വരും. എൽസിൽ വന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ, ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെങ്കിൽ. ആ ലോജിക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ
ആദ്യം നമുക്കൊരു ഫോർ ലൂപ്പ് വേണം. ഫോർ I ഇൻ റേഞ്ച് 1 to നമ്പർ പ്ലസ് 1 എന്ന് കൊടുക്കണം. അതായത് പൊതുവേ റേഞ്ച് എന്ന് പറയുന്നത്, റേഞ്ചിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. അത് പ്രോഗ്രാം ഇത് നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റേഞ്ച് ഫംഗ്ഷൻ്റെ ഇത് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നമ്പർ പ്ലസ് 1 എന്നുള്ളത് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ലോജിക്ക് എഴുതാം. ഫോർ I ഇൻ റേഞ്ച് 1 to നമ്പർ പ്ലസ് 1. അതായത് ഈ ഒരു ലോജിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു I. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ 12ാമത്തെ ലൈൻ, ഇവിടെയാണ് ഈ ഒരു ലോജിക്ക് വരുന്നത്. അതായത് ഫോർ I ഇൻ റേഞ്ച് 1 നമ്പർ പ്ലസ് 1 ഫാക്ടോറിയൽ ഈക്വൽ ടു ഫാക്ടോറിയൽ ഇൻറ്റു 1 എന്ന് പറയുമ്പം ഈ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഫാക്ടോറിയൽ പ്രിൻ്റ് ചെയ്യാം. ഫാക്ടോറിയൽ ഓഫ് നമ്പർ ഈസ് എന്ത് കൊടുക്കണം? ഫാക്ടോറിയൽ കൊടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ പൈത്തണിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. പൈത്തൺ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തിട്ട് ഈ പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കണം. ഫാക്ടോറിയൽ .py പ്രോഗ്രാം ഫയലിൻ്റെ പേര്. എന്നിട്ട് എൻ്റർ ഞെക്കുമ്പം റൺ ആവുന്നുണ്ട്. നമുക്ക് 5 കൊടുക്കാം. 5 കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പം ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 1 എന്നാണ് വന്നേക്കുന്നത്. സോറി, ഞാനിവിടെ ഫാക്ടോറിയൽ ഇൻറ്റു 1 എന്നാണ് കൊടുത്തത്, I എന്നാണ്. അത് എൻ്റെ തെറ്റാണ്. ഇതുപോലെ തെറ്റൊക്കെ വരും നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ. ഇനി ഒന്ന് റൺ ചെയ്യാം. 5 കൊടുക്കുന്നു, എൻ്റർ ഞെക്കുന്നു. ഫാക്ടോറിയൽ ഓഫ് 5 ഈസ് 120. അതായത് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കിട്ടി. ഫാക്ടോറിയൽ ഓഫ് 5 120 ആണ്. ഒന്നും കൂടി നമുക്ക് റൺ ചെയ്ത് നോക്കാം. 6 കൊടുക്കാം. 6ൻ്റെ ഫാക്ടോറിയൽ 720 ആണ്. പിന്നെ റൺ ചെയ്ത് 10ൻ്റെ ഫാക്ടോറിയൽ നമുക്ക് എന്ത് വേണേൽ ഇങ്ങനെ നോക്കി പോകാം കേട്ടോ. ഇനി ഞാൻ റേഞ്ച് ഫംഗ്ഷൻ്റെ ഇത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ. അതായത് നമുക്ക് റേഞ്ചിൻ്റെ സംഭവം നമുക്ക് നോക്കാം. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇപ്പം പ്രിൻ്റ് റേഞ്ച് ഓഫ് 1 to 5 നിങ്ങൾ നോക്കിക്കോണേ. ഞാനൊന്ന് ഈ ഔട്ട്പുട്ട് ക്ലിയർ ചെയ്തിട്ട് റൺ ചെയ്യുക. അത് അതേപടി പ്രിൻ്റായി റേഞ്ച് ഓഫ് 1 to 5 എന്ന് പറയുമ്പോൾ. നമുക്കപ്പം ഇതൊന്ന് ഒരു ഫോർ ലൂപ്പ് ഇട്ട് കാണിച്ചു തരാം. ഫോർ I ഇൻ റേഞ്ച് 1 to 5. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഇതിൻ്റെ അകത്ത് നമുക്ക് I പ്രിൻ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആ റേഞ്ച് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുമേ. എൻ്റർ നമ്പർ. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു 1 2 3 4 എന്നുള്ള ഔട്ട്പുട്ട് ഇല്ലേ, അത് വരുന്നത് ഈ ഒരു ഫോർ ലൂപ്പിൽ നിന്നാണ്. ഈ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു റേഞ്ച് ഓഫ് സംഖ്യകളെ എടുക്കാനാണ്. അതിൽ 1 to 5 എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 4 വരെയുള്ള സംഖ്യകളായിരിക്കും അത് നമുക്ക് തരുന്നത്. ഇവിടെ ഔട്ട്പുട്ട് കണ്ടോ, നമ്മളിവിടെ കൊടുത്തേക്കുന്നത് 15ാമത്തെ ലൈനിൽ കൊടുത്തേക്കുന്നത് I ഇൻ റേഞ്ച് 1 to 5 പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 1 to 4 5 നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തത്? ഫോർ I ഇൻ റേഞ്ച് 1 നമ്പർ പ്ലസ് 1 എടുത്തത്. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1 കുറഞ്ഞേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്പർ പ്ലസ് 1 എടുത്തത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ റേഞ്ച് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു തന്നത്. റേഞ്ച് എന്ന് പറയുമ്പം ഒരു റേഞ്ചിലെ നമ്പേഴ്സ് നമുക്ക് എടുക്കാനാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഫോർ I ഇൻ റേഞ്ച് 1 to നമ്പർ പ്ലസ് 1 എന്ന് പറയുമ്പം അത്രയും വട്ടം ഈ ഫോർ ലൂപ്പ് വർക്കാവും. നമ്മൾ സിയിലും C++ലും ജാവയിലും ഒക്കെ ഫോർ ലൂപ്പ് വേറൊരു സിൻറ്റാക്സിലല്ലേ കൊടുത്തിരുന്നത്. നമ്മൾ പൈത്തണിൽ ഈ റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യിക്കുന്നത്. ഇപ്പോൾ 1 to ഇപ്പോൾ നമ്പർ നമ്മൾ കൊടുത്ത 5 ആണെങ്കിൽ 1 to 5 + 1 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ 1 to 5 എടുക്കും. അപ്പോൾ അത്രയും വട്ടം ലൂപ്പ് എക്സിക്യൂട്ട് ആകും. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാം.
ഫാക്ടോറിയൽ എന്ന് പറയുമ്പം ഒരു സംഖ്യയുടെ ഫാക്ടോറിയൽ 5ൻ്റെ ഫാക്ടോറിയലാണ് 1 × 2 × 3 × 4 × 5 അതാണ് ഫാക്ടോറിയൽ. ആദ്യം നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ഫാക്ടോറിയൽ ഈക്വൽ ടു 1. പിന്നെ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്നും നമ്പർ ചോദിച്ച് വാങ്ങിച്ചു. ആ നമ്പർ സ്ട്രിങ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അതിനെ ഇൻറ്റിജറാക്കി മാറ്റി. ആ നമ്പർ 0യോ 1ഓ ആണെങ്കിൽ 0യുടെയും 1ൻ്റെയും ഫാക്ടോറിയൽ 1 അത് നമ്മൾ പ്രിൻ്റ് ചെയ്യും. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ ഈ ഒരു ലോജിക്ക് ഈ ഒരു ലൂപ്പ് വെച്ച് നമ്മൾ ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ഫാക്ടോറിയൽ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ചെയ്തത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പൈത്തൺ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.